ഹായ് ഓൾ, എൻ്റെ പേര് ജസ്ന. എൻ്റെ ടോപ്പിക് കേസ് 3 ഓവർ ഡാംപ്ഡ്. ഇഫ് ദ ഡാമ്പിംഗ് ഈസ് സോ ഹൈ ഗാമ ഗ്രേറ്റർ ദാൻ ഒമേഗ 0. ഡാമ്പിംഗ് ഫാക്ടർ ആയിട്ടുള്ള ഗാമ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ടുള്ള ഗാമ സീറോയേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓവർ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ റൂട്ട് ഗാമ സ്ക്വയർ മൈനസ് ഒമേഗ 0² എന്ന് പറയുന്നത് ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റയാണ്. അതൊരു റിയൽ ക്വാണ്ടിറ്റിയാണ്. ഓവർ ഡാമ്പിംഗ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു a1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ പ്ലസ് ബീറ്റ ഇൻറ്റു ടി പ്ലസ് a2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ മൈനസ് ബീറ്റ ഇൻറ്റു ടി ആണ്. ആസ് ഗാമ ഗ്രേറ്റർ ദാൻ ബീറ്റ, ബോത്ത് ക്വാണ്ടിറ്റീസ് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം ആൻഡ് ദ മോഷൻ ഈസ് നോൺ ഓസിലേറ്ററി. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസും ഡിക്രീസ് ചെയ്യും എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. അതുകൊണ്ട് തന്നെ അതിനെ നോൺ ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. ദിസ് ഈസ് ബിക്കോസ് വെൻ ദിസ് സിസ്റ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് വിൽ റിട്ടേൺ ടു ദി ഇക്വിലിബ്രിയം വെരി സ്ലോലി ആൻഡ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ പീരിയോഡിക് മോഷൻ. ദിസ് ഓവർ ഡാമ്പ്ഡ് മോഷൻ ഈസ് കോൾഡ് ഡെഡ് ബീറ്റ് ഓർ അപ്പീരിയോഡിക്. ഈ ഓവർ ഡാമ്പ്ഡ് മോഷനെ ഡെഡ് ബീറ്റ് അല്ലെങ്കിൽ അപ്പീരിയോഡിക് എന്ന് പറയും. ഇറ്റ്സ് മെയിൻ ആപ്ലിക്കേഷൻ ഈസ് ഡെഡ് ബീറ്റ് ഗാൽവാനോമീറ്റേഴ്സ്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് ബീറ്റ് ഗാൽവാനോമീറ്ററാണ്. Next, example 12. The equation of motion of a damped harmonic oscillator is given by d square x by dt plus 2 into dx by dt plus 5x equal to 0. At t equal to 0, x equal to 5 and dx by dt equal to 3 cm as inverse. Find the expression for displacement and find also the amplitude, period and frequency of the damped oscillation. നമുക്ക് ഡാമ്പ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റും ആംപ്ലിറ്റ്യൂഡും പീരിയഡും ഫ്രീക്വൻസി ഓഫ് ഡാമ്പ്ഡ് ഓസിലേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ നോക്കാം. അസ്യൂമിങ് ദ സൊല്യൂഷൻ ഓഫ് ദി ഫോം എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ടി. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ടി എന്ന ഫോമിലാണ് സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡി എക്സ് ബൈ ഡി ടി എഴുതാം. dx by dt equal to alpha x and d square x by dt square equal to alpha square x. ഇനി ഇത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 5 ഈക്വൽ ടു 0 ആവും. ഇതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആൽഫ ഈക്വൽ ടു -1 പ്ലസ് ഓർ -2i. ഇനി ഇതിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷന് കൊടുക്കാം. എക്സ് ഈക്വൽ ടു a1 ഇൻറ്റു ഇ റേസ് ടു -1 പ്ലസ് 2i ഇൻറ്റു ടി പ്ലസ് a2 ഇൻറ്റു ഇ റേസ് ടു -1 2i ഇൻറ്റു ടി ഈക്വൽ ടു ഇ റേസ് ടു -t ഇൻറ്റു a1 ഇൻറ്റു ഇ റേസ് ടു 2it പ്ലസ് a2 ഇൻറ്റു ഇ റേസ് ടു -2it. അതിന് നമുക്ക് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു -t ഇൻറ്റു എ കോസ് 2t പ്ലസ് ബി സൈൻ 2t ആക്കി എഴുതാം. ടി ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 5ഉം ആവുമ്പോൾ നമുക്കതിൽ നിന്ന് എ കിട്ടും. വി ഗെറ്റ് 5 ഈക്വൽ ടു എ. ഇനി ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഇ റേസ് ടു -t ഇൻറ്റു എ കോസ് 2t പ്ലസ് ബി സൈൻ 2t പ്ലസ് ഇ റേസ് ടു -t ഇൻറ്റു -2a sin 2t പ്ലസ് 2b cos 2t ആക്കി എഴുതാം. വെൻ t ഈക്വൽ ടു 0 dx ബൈ dt ഈക്വൽ ടു -3. t 0 ആകുമ്പോൾ dx ബൈ dt -3 എന്ന് കിട്ടും. ദെർഫോർ -3 ഈക്വൽ ടു -a പ്ലസ് 2b, -3 ഈക്വൽ ടു -5 പ്ലസ് 2b, b ഈക്വൽ ടു 1. ദെർഫോർ x ഈക്വൽ ടു ഇ റേസ് ടു -1 ഇൻറ്റു 5 cos 2t പ്ലസ് sin 2t. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു √5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു -t ഈക്വൽ ടു √26 ഇൻറ്റു ഇ റേസ് ടു -t. ടൈം പീരീഡ് t ഈക്വൽ ടു 2π പ്ലസ് 2π ബൈ ഒമേഗ ഈക്വൽ ടു 2π ബൈ 2. ഒമേഗ എന്ന് പറയുന്നത് 2 ആണ്. അതിൽ 2 ക്യാൻസൽ ആകുമ്പോൾ പൈ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഫ്രീക്വൻസി ഈക്വൽ ടു 1/t ഈക്വൽ ടു 1/π ഹെഡ്സ്. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു √26 ഇൻറ്റു ഇ റേസ് ടു -t. ടൈം പീരീഡ് t ഈക്വൽ ടു പൈ സെക്കൻഡ്. ഫ്രീക്വൻസി ഈക്വൽ ടു 1/π ഹെഡ്സ്. താങ്ക് യു.